എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഷാരിഖ് ഷംസുദ്ദീൻ പുള്ളിയുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ ചെറിയൊരു അലോക്കേഷൻ ബിറ്റ് കോയിനിലോട്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു 2030 ആകുമ്പോഴേക്കും എത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റ് ആണ് പുള്ളിയുടെ ഓവറോൾ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രൊജക്റ്റഡ് കാൽക്കുലേഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഷാരിഖ് ഷംസുദ്ദീനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഇല്ല. അതായത് കേരളത്തിലൊക്കെ ഉള്ള ഒട്ടുമിക്ക എല്ലാ ഇപ്പോൾ ഇൻവെസ്റ്റിംഗ് മേഖലയിൽ സ്പെസിഫിക്കലി സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ എല്ലാ ആളുകൾക്കും സുപരിചിതനായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് ഷാരിഖ് ഷംസുദ്ദീൻ അല്ലെ. സോ പുള്ളി എപ്പോഴും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓരോ വർഷവും ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എത്രമാത്രം പ്രോഫിറ്റ് ആണ് പുള്ളി ട്രേഡിങ്ങിലൂടെ ജനറേറ്റ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് റിവീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ വർഷത്തെ 2024-25 വർഷത്തെ പുള്ളിയുടെ ടോട്ടൽ P&L കാര്യങ്ങളും ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പുള്ളിയുടെ ടോട്ടൽ പ്രോഫിറ്റും അതേപോലെ തന്നെ പുള്ളിയുടെ ലോങ് ടേം പോർട്ട്ഫോളിയോ കറണ്ട് പോർട്ട്ഫോളിയോ അത് എത്രയൊക്കെ അലോക്കേഷൻ, എന്തൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ എന്തൊക്കെ അസറ്റ് ക്ലാസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, എത്രയാണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ ആദ്യം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഷാരിഖിനോട് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. കാരണം സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ മറ്റുള്ള ആളുകളായിട്ട് റിവീൽ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ P&L കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുക എന്ന് പറയുന്നത് അധികം ആളുകളൊന്നും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് മറ്റുള്ള പുള്ളിയുടെ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒരേ സമയം അത് ഒരുപാട് ആളുകൾക്ക് ഒരു മോട്ടിവേഷനും ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതേസമയം തന്നെ എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു ഒപ്പീനിയൻ, എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഇപ്പോൾ പുള്ളി ആ ഒരു വീഡിയോയിൽ പുള്ളിയുടെ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ എത്രയാണ്, ഇപ്പോൾ എത്രയാണ്, അതായത് 8,29,00,000 രൂപയാണ് ഇപ്പോൾ ഷാരിഖിൻ്റെ ലോങ് ടേം പോർട്ട്ഫോളിയോ. അപ്പോൾ ആ ഒരു ടോട്ടൽ പോർട്ട്ഫോളിയോ എത്രയാണ്, അതിൻ്റെ ഡിഫറെൻ്റ് അലോക്കേഷൻസ് എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പുള്ളി എത്ര രൂപയാണ് ഈ ഒരു ഓരോ മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് പുള്ളിയുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് എത്രയാണ്, എത്ര വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ഓരോ ഫണ്ടിലും എത്ര റിട്ടേൺ ആണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ, ഇപ്പോൾ അടുത്തൊരു കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഷാരിഖ് ഒരു 8 കോടി ഉണ്ടാക്കി, അതിന് ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മേ ബി ഒരു 1 കോടി 2 കോടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഷാരിഖിൻ്റെ പെർഫോമൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരുപാട് യൂസ്ഫുൾ ആവും. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, അപ്പോൾ ഷാരിഖ് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോ റിവീൽ ചെയ്യുമ്പോൾ പല ആളുകളും ഇത് കണ്ണും പൂട്ടി ഫോളോ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 8 കോടി എന്ന് പറയുമ്പോൾ നമുക്കും ഇതേപോലെ ഒരു 8 കോടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, ഇതിൻ്റെ റിട്ടേണോ കാര്യങ്ങളോ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റോ കാര്യങ്ങളോ ഒന്നും അറിയാതെ. അപ്പോൾ ഷാരിഖിൻ്റെ പേഴ്സണലി ഉള്ള ഒരു 3-4 വർഷത്തെ പെർഫോമൻസ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ, നമ്മൾ ഇത്രയും ക്യാപിറ്റലാണ് നമ്മൾ ഡിപ്ലോയ് ചെയ്തത്. സോ കഴിഞ്ഞൊരു 5 വർഷമായിട്ട് നമ്മുടെ ടോട്ടൽ ഫണ്ട് ഒരു 20-25% ഇയർലി ഗ്രോ ആവുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവും. നമുക്കത് ഈവൻ പല ആളുകൾക്കും ഷാരിഖിനെ ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യം എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നി. സോ മേ ബി ഭാവിയിൽ അടുത്ത വീഡിയോയിലൊക്കെ പുള്ളി ഇൻക്ലൂഡ് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഷാരിഖിൻ്റെ വീഡിയോൻ്റെ ഒരു സമ്മറി പറയാം. പുള്ളിയുടെ ലോങ് ടേം പോർട്ട്ഫോളിയോ 8,29,00,000 രൂപയാണ്. മെയിനായിട്ട് മ്യൂച്വൽ ഫണ്ടിലാണ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അലോക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ ഇക്വിറ്റിയിൽ 54.39% ആണ്, ഡെറ്റിൽ 41.84%, ഗോൾഡിൽ 3.77%. അതിനോടൊപ്പം തന്നെ ഈ ഒരു പോർട്ട്ഫോളിയോയിലുള്ള അസറ്റ്സ് പ്ലഡ്ജ് ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്തിട്ട് ആ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്തിട്ട് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ട് പുള്ളി 1.3 crore റുപ്പീസും കഴിഞ്ഞൊരു 1 year ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് ഏകദേശം ഒരു 12% റിട്ടേൺ ആണ് എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഈ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പുള്ളിയുടെ ലോങ് ടേം പോർട്ട്ഫോളിയോയിൽ ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുള്ളിയുടെ ഈ ഒരു 8,29,00,000 രൂപയുള്ള ഇപ്പം നിലവിലുള്ള ഈ ഒരു പോർട്ട്ഫോളിയോ 2030 ആകുമ്പോഴേക്കും അതിൻ്റെ വാല്യൂ എത്ര കോടി രൂപയാവും എന്നുള്ളതാണ്. അതായത് ഇതേ ഒരു അലോക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അഡീഷനോ ഡിലീഷനോ ഒന്നുമില്ലാതെ ഇപ്പോൾ നിലവിലുള്ള ആ ഒരു അതേ സെയിം ഗ്രോത്ത് റേറ്റിൽ അടുത്തൊരു 6 വർഷം ഇതേപോലെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് 2030 ഷാരിഖിൻ്റെ ഈ ഒരു 8,29,00,000 രൂപ എത്ര കോടി രൂപ ആവും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട്, ഇനി ഇൻ കേസ്
ഈ ഒരു ഷാരിഖിൻ്റെ ഈ ഒരു ഓവറോൾ പോർട്ട്ഫോളിയോയിലെ വെറും 10% പുള്ളി ബിറ്റ് കോയിനിലോട്ട് അലോക്കേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എത്രമാത്രം വലിയൊരു ഡിഫറൻസ് ആണ് ഇതേ ഒരു പീരീഡിൽ ഷാരിഖിൻ്റെ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഷാരിഖിൻ്റെ പോർട്ട്ഫോളിയോ ഈ കാണുന്നതാണ്. 8,29,66,799 രൂപയാണ് പുള്ളിയുടെ ടോട്ടൽ വാല്യൂ. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അലോക്കേഷൻ കാര്യങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ 8,29,00,000 രൂപയാണ് പുള്ളിയുടെ ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ ആസ് ഓഫ് നൗ. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോ എക്സലിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. സോ ഇതാണ് നിലവിലെ പോർട്ട്ഫോളിയോ. ഈ ഒരു നിലവിലെ പോർട്ട്ഫോളിയോ നമുക്ക് 2030 എൻഡോട് കൂടിയിട്ട് ഇതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് വേണം, ഈ ഓരോ പെർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടുകളും ഇതിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, ഹിസ്റ്റോറിക്കലി ഉള്ള പെർഫോമൻസ്, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എത്രയാണ് എന്ന് നമുക്ക് അറിയണം അല്ല. എന്നാലാണ് നമുക്ക് 2030 എൻഡോട് കൂടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിവിടെ ഈ ഓരോ ഫണ്ടിൻ്റെയും കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, അതായത് അതിൻ്റെ ഓൾ ടൈം കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കൊട്ടാക് ഗിൽട്ട് ഫണ്ട് 8.6% ആണ് അതിൻ്റെ ഇതുവരെയുള്ള കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. SBI മാഗ്നം ഗിൽട്ട് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ 9.48% ആണ്. ഇപ്പോൾ SGB ഗോൾഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് ഗോൾഡ് സ്റ്റോക്ക് മാർക്കറ്റിന് ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഏകദേശം ഒരു 15% ആണ് ഗോൾഡിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഇപ്പോൾ ഇക്വിറ്റിയിൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉള്ളത് മിറ അസറ്റ് മിഡ് ക്യാപ് ഫണ്ടാണ്, 24.46. സോ ഓരോ ഫണ്ടിൻ്റെയും കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ടോട്ടൽ ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് 16.51% ആണ്. ഓക്കെ, സോ നമ്മളിവിടെ അടുത്ത ഈ ഒരു കോളം കെയിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഓരോ ഫണ്ടും 2030 ആകുമ്പോഴേക്കും ഇതേ ഒരു ഗ്രോത്ത് റേറ്റിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപയാവും എന്നുള്ളത്. സോ 8.6% അടുത്ത 6 വർഷം ഈ ഒരു കോട്ടക് ഗിൽട്ട് ഫണ്ട് ഗ്രോ ആവുകയാണെന്നുണ്ടെങ്കിൽ 1,73,00,000 എന്നുള്ളത് 2,84,00,000 രൂപയിലോട്ട് മാറും. സോ ഇതേപോലെ ഓരോ ഫണ്ടിൻ്റെയും നമ്മൾ അടുത്ത 6 വർഷത്തെ ഈ ഒരു ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 2030 എൻഡോട് കൂടിയിട്ട് ഷാരിഖിൻ്റെ ഈ ഒരു 8,29,66,800 രൂപ എന്നുള്ളത് 19,80,31,486 രൂപയാവും. അതായത് അബ്സല്യൂട്ട് റിട്ടേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 139% ആണ് അടുത്തൊരു 6 വർഷം കൊണ്ട് ഷാരിഖിൻ്റെ പോർട്ട്ഫോളിയോ കൂടാൻ പോകുന്നത്. ഓക്കെ, ഇതേപോലെ പെർഫോം ചെയ്യാണ് എന്നുണ്ടെങ്കിൽ സോ അത് തന്നെ നമ്മൾ 6 വർഷം കൊണ്ട് 139% എന്ന് പറയുന്നത് വലിയൊരു റിട്ടേൺ ആണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ അത് തന്നെ നമ്മൾ എസ്പെഷ്യലി ഇപ്പോൾ ഒരു 5% ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 19 കോടി എന്നുള്ളത്, അതായത് 2030 എൻഡോട് കൂടിയിട്ട് ഉണ്ടാവുന്ന ഈ ഒരു 19,80,00,000 ഈ ഒരു പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 14,77,00,000 രൂപയുള്ളൂ. സോ ഒരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു CAGR നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 10% റിട്ടേൺ ആണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ബിറ്റ് കോയിനിലോട്ടുള്ള ഒരു അലോക്കേഷൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതേ ഒരു പോർട്ട്ഫോളിയോ ഷാരിഖ് ഓരോ അസറ്റിലെയും 10% വെറും 10% ബിറ്റ് കോയിനിലോട്ട് അലോക്കേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഈ ഒരു കോട്ടക് ഗിൽട്ട് ഫണ്ടിൽ 10% കുറച്ചു. സോ ഓരോ ഫണ്ടിൽ നിന്നും 10% കുറച്ചിട്ട് ആ ടോട്ടൽ ഓവറോൾ 10% ഈ ഒരു 8,29,00,000 രൂപയിൽ 82,96,650 രൂപ ഷാരിഖ് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ബിറ്റ് കോയിൻ്റെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് പ്രകാരം 2030 ആകുമ്പോഴേക്കും ഷാരിഖിൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ എത്രയാവും എന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബിറ്റ് കോയിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം 82% ആണ് അല്ല. ഇപ്പോൾ ഗോൾഡിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് 11% സ്റ്റോക്ക് മാർക്കറ്റ് S&Pയുടെ 12% ആണ്. ഇത് ഡോളറൈസ്ഡ് റിട്ടേൺ ആണ്. നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഏകദേശം ഒരു 12% ഒക്കെയാണ്. സോ ബിറ്റ് കോയിൻ്റെ കഴിഞ്ഞൊരു 10 വർഷം 82% ആണ്. ലാസ്റ്റ് 5 ഇയർ റിട്ടേൺ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് 65% ആണ്. സോ ഈ ഒരു റിട്ടേൺ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത വർഷം ഇതേപോലെ അടുത്തൊരു 2030 വരെയും ഇതേപോലെ ഒരു 82% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എത്രയാവും എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക. സോ
പുള്ളിയുടെ ടോട്ടൽ ആവറേജ് റിട്ടേൺ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ 20% മാറുന്നുണ്ട്. അതിൽ തന്നെ ബിറ്റ്കോയിൻ്റെ ഈ ഒരു ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്ത 82,96,000 രൂപ എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം 30 കോടിയായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അതായത് 2030 ആകുമ്പോഴേക്കും ടോട്ടൽ പോർട്ട്ഫോളിയോ, അതായത് പുള്ളിയുടെ ഓവറോൾ പോർട്ട്ഫോളിയോൻ്റെ 62% ബിറ്റ്കോയിൻ അലോക്കേഷനായിട്ട് മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ 10% ബിറ്റ്കോയിനിലോട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഗ്രോത്ത് ഉള്ള ഒരു അസറ്റ് ആയത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ ഓവറോൾ ഇമ്പാക്റ്റ്, പോർട്ട്ഫോളിയോയിലുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 62%ലോട്ട് ഓവറോൾ അലോക്കേഷൻ മാറുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മളിവിടെ ആദ്യം, അതായത് നോർമലി ഉള്ള ഇതേ ഒരു അലോക്കേഷൻ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 19,80,00,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ അതിലെ വെറും 10% ബിറ്റ്കോയിനിലോട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോഴേക്കും ഷാരിഖിൻ്റെ 2030 പോർട്ട്ഫോളിയോ വാല്യൂ ഏകദേശം 47,97,00,000 രൂപയിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, അത് തന്നെ നമ്മൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 35,80,00,000 രൂപയാവുന്നുണ്ട്. ഷാരിഖിൻ്റെ ഈ ഒരു 6 വർഷത്തെ പെർഫോമൻസ് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ട് 10%-ന് പകരം 28%-ലോട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ബിറ്റ്കോയിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ CAGR കൺസിഡർ ചെയ്തിട്ട് ഷാരിഖിൻ്റെ പോർട്ട്ഫോളിയോയിൽ 10% ബിറ്റ്കോയിനിലോട്ട് അലോക്കേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ 2030 ആകുമ്പോഴേക്കും ഷാരിഖിൻ്റെ ഓവറോൾ പോർട്ട്ഫോളിയോ എത്ര കോടി രൂപയിലോട്ട് എത്തും എന്നുള്ളതാണ്. സോ ബിറ്റ്കോയിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് 65% ആണ്. സോ എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവുമോ എന്നുള്ളതാണ്, അല്ല. അതായത് നമ്മൾ റിയാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് കഴിഞ്ഞൊരു 3 വർഷമാണെന്നുണ്ടെങ്കിലും 5 വർഷമാണെന്നുണ്ടെങ്കിലും 7 വർഷമാണെന്നുണ്ടെങ്കിലും 10 വർഷമാണെന്നുണ്ടെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഈ ഒരു ഹിസ്റ്റോറിക്കലി ഉള്ള CAGR എന്ന് പറയുന്നത് മോർ ദാൻ 50%-ന് മുകളിലാണ്. മറ്റുള്ള ഏതൊരു അസറ്റ് ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വലിയൊരു റിട്ടേൺ ആണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഭാവിയിൽ അടുത്തൊരു 5-10 വർഷം ഇതേ ഒരു റിട്ടേൺ കിട്ടുമോ എന്ന് സംശയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളായിട്ടുള്ള ബ്ലാക്ക് റോക്ക്, ഫിഡലിറ്റി പോലുള്ള ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് അസറ്റ് മാനേജ് ചെയ്യുന്ന കമ്പനികൾ പോലും ഇതിലും കൂടുതൽ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു 65% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന 10% ക്യാപിറ്റൽ 82 ലാക്ക് ഏകദേശം 16,74,00,000 രൂപയിലോട്ട് എത്തും ഈ ഒരു ഷാരിഖിൻ്റെ പോർട്ട്ഫോളിയോ എന്നുള്ളതാണ്. സോ നമ്മൾ ഓവറോൾ പോർട്ട്ഫോളിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10% അലോക്കേഷൻ ബിറ്റ്കോയിൻ്റെ ഈ ഒരു 65% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് 2030 ഷാരിഖിൻ്റെ പോർട്ട്ഫോളിയോ ഈ ഒരു 8,29,00,000 നിന്നും 34,56,00,000 രൂപയിലോട്ട് എത്തും. ഏകദേശം 317%. അത് ഈവൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം 25,79,00,000 രൂപയിലോട്ട് എത്തും. ഷാരിഖിൻ്റെ ഈ ഒരു 6 വർഷത്തെ പെർഫോമൻസ് ഏകദേശം 21% കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റിലോട്ട് എത്തും. സോ ആദ്യത്തെ പോർട്ട്ഫോളിയോ, നിലവിലെ പോർട്ട്ഫോളിയോ ഇതേ ഒരു റേറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 139% ഗ്രോത്ത് ഉണ്ടാക്കുമ്പോൾ 10% അലോക്കേഷൻ 10 ഇയർ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഏകദേശം 478%-ലോട്ടിലാണ് എത്തുന്നത്. അതേസമയം കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ കൺസിഡർ ചെയ്താൽ പോലും ഏകദേശം 317%-ലോട്ടാണ് എത്തുന്നത്. സോ വലിയൊരു മാറ്റമാണ് ഈ ഒരു ബിറ്റ്കോയിൻ, അതായത് ചെറിയൊരു അലോക്കേഷൻ, അതായത് ഓവറോൾ പോർട്ട്ഫോളിയോയിൽ 10% ബിറ്റ്കോയിനിലോട്ട് അലോക്കേറ്റ് ചെയ്യുമ്പോഴേക്കും ഷാരിഖിന് വലിയൊരു റിസ്ക് ആയിട്ടൊന്നും അത് നമുക്ക് കണക്കിലാക്കാൻ പറ്റില്ല, അല്ലേ. പക്ഷേ എന്നാലും അത് ലോങ് ടേമിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ഇമ്പാക്റ്റാണ്. കാരണം ബിറ്റ്കോയിൻ്റെ ഈ ഒരു ഹയർ ഗ്രോത്ത് കാരണം കൊണ്ട്. സോ ഈ ഒരു 10% 5 ഇയർ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 6 വർഷം കൊണ്ട് എൻ്റെ ഷാരിഖിൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ 48%-ഉം ബിറ്റ്കോയിൻ ആയിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി, ഇൻഫർമേറ്റീവായി, ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും അതേപോലെ തന്നെ ഒപ്പീനിയൻ, കമൻറ്റ് കാര്യങ്ങളെല്ലാം എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിഫേർഡ് ആയിട്ടുള്ള അലോക്കേഷൻ, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്രമാത്രം പെർസെൻറ്റേജ് നിങ്ങൾ ബിറ്റ്കോയിനിലോട്ട് അലോക്കേറ്റ് ചെയ്യും എന്നും കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. സോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.